ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് പോപ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല കാണാനും നല്ല ലുക്കും അതുപോലെ തന്നെ നല്ല നീറ്റ്നെസ്സും ആയിട്ടുള്ള കേക്ക് പോപ്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് കേക്ക് പോപ്സ് ഉണ്ടാക്കാൻ വേണ്ടത് മെയിനായിട്ടും കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാനൊരു വാനില കേക്കാണ് എടുത്തിട്ടുള്ളത്. നോർമൽ 1 kgയുടെ ഒരു കേക്കാണ്. ഇതിൻ്റെ റെസിപ്പി എൻ്റെ പുതിയ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പകുതിയാണ് എടുക്കുന്നത്. പകുതി ഞാൻ നേരെ തന്നെ അല്ല കട്ട് ചെയ്യുന്നത്. സാധാരണ കേക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ബാക്കിയുള്ള പീസ് നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഒരു പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ആ പകുതി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ല വലിയ ക്രംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ അതുപോലെ കൈവച്ച് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മളിത് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടില്ല. അപ്പം കഴിയുന്നതും നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ നല്ല ചെറിയ തരികളായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഷേപ്പിലിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതൊന്ന് ബൈൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ബട്ടർ ക്രീമാണ് ചേർക്കുന്നത്. വാനില ബട്ടർ ക്രീമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. റെസിപ്പി വേണ്ടവർ അതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് നോക്കുക. നന്നായിട്ട് ബൈൻഡായിട്ട് വരുന്നുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഒരല്പം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് മിക്സ് ആയിട്ടില്ല. ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. മൊത്തം ഒരു 4 ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായി ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാനിതിലേക്ക് ബട്ടർ ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ബട്ടർ ക്രീമിൻ്റെ ഒരു ഫ്ലേവർ വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിങ് കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഗനാഷ് യൂസ് ചെയ്തിട്ടും ഈ ഒരു സാധനം നമുക്ക് ഒന്ന് ബൈൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതാ ബൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ഞാനൊന്ന് ഉരുട്ടി കാണിച്ചു തരാൻ. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ബൈൻഡ് ചെയ്തെടുക്കാൻ പറ്റണം. ഇനി ഇതിൽ നിന്ന് ഒരേപോലെയുള്ള ഒരു ബോൾസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐസ്ക്രീം സ്കൂപ്പറോ അതല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മെഷർ ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ബോൾസും ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ ബോൾസ് ആയിരിക്കും. അപ്പോൾ അത്ര ചെറുതല്ല, ഒരു മീഡിയം സൈസിലുള്ളതാണ്. ഒരു സാധാരണ ചെറുനാരങ്ങയുടെ ഒക്കെ വലുപ്പത്തിലുള്ളത്. ഒരു വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 35-40 ഗ്രാമൊക്കെ വരുന്ന ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇതേ രീതിയിൽ ബാക്കിയുള്ള നമ്മൾ റെഡിയാക്കി വെച്ചത് മുഴുവൻ കേക്കും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ആക്കിയിട്ടുണ്ട്. ഒരു 12 ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ മാറ്റിയുള്ളത്. അത്രയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാനൊരു 125 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ചോക്ലേറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ വൈറ്റ് കോമ്പൗണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലത്തെ സ്റ്റിക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു 100 പീസിന് 65 രൂപയോ മറ്റാണ് വരുന്നത്. ഇത് ചെറിയ സൈസിലുള്ളതാണ്. ഇതിൻ്റെ വലിയ സൈസും നമുക്ക് വാങ്ങിക്കാനുണ്ട്. പിന്നെ കസ്റ്റമൈസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ കളറിൽ വരുന്ന സ്റ്റിക്ക് വാങ്ങിക്കാനുണ്ട്. ഇതൊന്ന് ഇതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബോൾസിന് ഇങ്ങനെ കുത്തി കൊടുക്കാം. നല്ല സ്റ്റിക്കായിട്ട് അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചോക്ലേറ്റിലൊന്ന് മുക്കിയെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ മുക്കിയെടുത്തിട്ട് ഇതിൽ കുത്തി വെക്കുന്ന സമയത്ത് ചോക്ലേറ്റ് കുറച്ച് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അതൊന്ന് വിരലിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തവണ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അതവിടെ ഇങ്ങനെ മുഴച്ച് നിൽക്കില്ല. ഇനി അത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഫ്രീസറിൽ നിൽക്കട്ടെ.
ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത ഈ ബാക്കി വന്ന ചോക്ലേറ്റ് അത് നമുക്കിനി ഇതിലാണ് നമ്മൾ പോപ്സ് മുക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനെ ഞാനൊന്ന് തിന്നാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്, ബട്ടറല്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഓയിൽ ഒഴിച്ചതിന് ശേഷം. ആദ്യം നമ്മൾ ചോക്ലേറ്റ് നല്ല തിക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഓയിൽ ചേർത്തപ്പോൾ ഇത് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. അധികം തിക്കായി കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള കോട്ടിംഗ് ആയിരിക്കും. അപ്പോൾ അതിനൊരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ പോപ്സ് തണുത്ത് വരുന്നത് വരെ പുറത്ത് തന്നെ വെക്കുക, ഫ്രിഡ്ജിലേക്കൊന്നും വെക്കരുത് കേട്ടോ. ഇനി അഥവാ ഒന്ന് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒരു പരന്ന പാത്രത്തിൽ തിളച്ച വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ബൗളൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലൂസായിട്ട് വരും. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് സെറ്റായിട്ടുള്ള പോപ്സ് ഞാനിതിൽ ഡിപ്പ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു കപ്പ് കേക്കിൻ്റെ ലൈനറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ വെച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ വേറെ എന്തിനകത്തെങ്കിലും കുത്തി വെച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെയുള്ള തെർമോക്കോൾ അതുപോലെയുള്ള തെർമോക്കോളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഇത് നേരെ തല തിരിച്ചിട്ട് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. പക്ഷെ ഒന്നുകൂടെ നമ്മൾക്ക് ഭംഗി ഉണ്ടാവുക ഇങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്താണ്. ഇതേ രീതിയിൽ ഞാൻ ബാക്കിയുള്ളതും ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 6 എണ്ണം പകുതി ഞാൻ അതിൽ വൈറ്റ് കളറിൽ തന്നെ ഡിപ്പ് ചെയ്തെടുത്തു. ഈ ബാക്കി വന്ന ചോക്ലേറ്റിലേക്ക് ഞാൻ ചോക്ലേറ്റ് കളർ റെഡ് ചേർത്ത് കൊടുക്കുകയാണ്. റെഡ് കളർ ആക്കുന്നില്ല, കുറച്ച് ചേർത്തിട്ട് ഒന്ന് ലൈറ്റ് കളറായിട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഒരു പീച്ചിഷ് കളർ, ഒരു ഓറഞ്ച് വല്ല പീച്ച് വല്ലാത്തൊരു കളറായിട്ട് കുറച്ച് ചേർത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ വന്നത്. ഈ കളർ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പൗഡർ കളറാണ് ചേർത്തത്, അതുകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ആ പൗഡർ കളർ ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഇതുപോലത്തെ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള 6 പോപ്സും കൂടെ ഞാൻ ഈ കളറിനകത്ത് മുക്കിയെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ നല്ലൊരു തിക്കായിട്ടുള്ളൊരു കോട്ടിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഇത് ചൂടില്ലാതെ അതായത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു സ്റ്റേജിൽ നമ്മളിത് ഡിപ്പ് ചെയ്യുക. അതിനകത്ത് നമ്മളെ പോപ്സ് നല്ല തണുത്തും ഇരിക്കണം. അപ്പോൾ നല്ല ഒരു ഫിനിഷിംഗ് ഉള്ള നല്ലൊരു അത്യാവശ്യം നല്ലൊരു തിക്കുള്ള കോട്ടിങ് കിട്ടും. പക്ഷേ ചോക്ലേറ്റ് ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനതിൽ ഓയിൽ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ കേക്ക് പോപ്സ് റെഡിയാണ്. ഇനി നമുക്കിത് ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഒരു ചെറിയൊരു ഡെക്കറേഷൻ കാണിക്കുകയാണ്. ഒരു പോപ്സിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. ഒരു ഫൊണ്ടൻ ഫ്ലേവറാണ്. അത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ചോക്ലേറ്റ് ആക്കിയിട്ടുള്ളത്. മറ്റേതിനകത്തും വെച്ചിട്ടുണ്ട്. രണ്ടിലും 2 കളറാണ് വെച്ചിട്ടുള്ളത്. രണ്ടും 2 കളറായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒന്നിൽ വെച്ചിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് മറ്റേതിൽ വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു എഡിബിൾ പേഴ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമർ തരുന്ന ഒരു തീമിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇതിനകത്ത് പിങ്കും വൈറ്റുമാണ് വെച്ചിട്ടുള്ളത്. മറ്റേതിൽ പിങ്ക് ബോൾസും അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവറുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. സിമ്പിൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്കൊരിപ്പം ഫ്ലോപ്പായിട്ട് ഉള്ളൊരു കേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.